തൊഴിൽ തിന്നുന്ന യന്ത്രം. കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലില്ലായ്മ കൂടും. ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാനേ പോകുന്നില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ വേണ്ടേ വേണ്ട. CPMകാരുടെ മുദ്രാവാക്യമായിരുന്നു അത്. കമ്പ്യൂട്ടറിനെതിരെ ഘോര മുദ്രാവാക്യം വിളിച്ച മുഷ്ടി ചുരുട്ടി നടത്തിയ സമരം വർഷങ്ങളോടെ നീണ്ടു. ഇപ്പോഴെന്തായി? കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. തൊഴിലിനെ ആശ്രയിക്കുന്നത് കമ്പ്യൂട്ടറിനെ തന്നെയും. മെതിയന്ത്രത്തിനും കൊയ്ത്ത് യന്ത്രത്തിനുമെതിരായ പോരാട്ടവും ഇമ്മാതിരി തന്നെയായിരുന്നു. കൊയ്ത്ത് യന്ത്രം തമിഴ്നാട്ടിൽ നിന്നും എത്താത്തതിനെ തുടർന്ന് കുട്ടനാട്ടിൽ കൊയ്ത്തു തന്നെ നിന്നത് വാർത്തയായത് അടുത്ത കാലത്തായിരുന്നു. പിന്നെയാണോ സ്വാശ്രയ കോളേജ്? സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയോട് ഇടതുപക്ഷത്തിനുണ്ടായ മനോഭാവം മറിച്ചായിരുന്നു. എന്തെല്ലാം കണ്ടു, എന്തെല്ലാം കേട്ടു, എന്തെല്ലാം സംഭവിച്ചു. വിഴിഞ്ഞം പോർട്ടാണ് ഇപ്പോൾ ബാലഗോപാലന്റെ ബജറ്റിലെ ഒരേ ഒരു ആശ്രയം. വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള മുൻ നിലപാടെന്തായിരുന്നു? സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ചുള്ള മുൻ നിലപാടെല്ലാം വിചിത്രമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞതെന്താണെന്ന് കേൾക്കാം. വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലായിരിക്കും ഇത്തരം സർവകലാശാലകൾ പ്രവർത്തിക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബജറ്റിലല്ല ആദ്യമായി അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ വിഷയങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ വച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ 3 കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. കേരളത്തിലെ 80% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ എയ്ഡഡ് മേഖലകളാണ്. ഇവ മികച്ച നിലവാരം പുലർത്തുന്നവയാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതെന്നും ആർ ബിന്ദു അഭിപ്രായപ്പെട്ടിരുന്നു. ബിന്ദു ആരാണെന്നറിയാമല്ലോ? PB മെമ്പർ വിജയരാഘവന്റെ ഭാര്യ കൂടിയാണ്. കമ്പ്യൂട്ടറിനുള്ള എതിർപ്പ് മാറി കൊയ്ത്ത് യന്ത്രത്തോടുള്ള വെറുപ്പും തീർന്നു. ഇപ്പോൾ സ്വകാര്യ സ്വാശ്രയ വിദ്യാലയങ്ങളോടും മാംഗല്യം തന്തുനാനെ എന്ന മട്ടിലായി പാർട്ടി. പുഷ്പനെ അറിയില്ലേ? 30 വർഷം മുൻപത്തെ വെടിവയ്പ്പാണ്. സ്വാശ്രയ കോളേജിനെതിരായ വികാരം. 5 പേർ വെടിയേറ്റ് മരിച്ചു. പുഷ്പൻ ഇപ്പോഴും കിടപ്പിലാണ്. നട്ടലിലാണ് വെടിയേറ്റത്. കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി MV രാഘവൻ. പിണറായിക്ക് തലങ്ങും വിലങ്ങും നിൽക്കുന്ന നികേഷ് കുമാറിന്റെ അച്ഛൻ. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ട മന്ത്രി N രാമകൃഷ്ണൻ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പോലീസ് മുന്നറിയിപ്പിനെ തുടർന്ന് പിൻവാങ്ങുന്നു. പിന്മാറാതെ രാഘവൻ. കൂത്തുപറമ്പിലും പരിസരത്തും വൻ പോലീസ് സന്നാഹം. 2000-ഓളം DYFI പ്രവർത്തകർ. പകൽ 11:55 ആയപ്പോഴേക്കും പോലീസ് സംരക്ഷണത്തോടെ മന്ത്രി എത്തി. മുദ്രാവാക്യം മുഴക്കി ഇരമ്പിയ DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ്, തിരിച്ച് കല്ലേറി. ചിതറി ഓടിയവർക്കിടയിലൂടെ വഴിയുണ്ടാക്കി മന്ത്രിയുടെ വാഹനം ടൗൺ ഹാളിലേക്ക്. മന്ത്രി ഹാളിൽ കയറുന്നതിനിടയിൽ റോഡിൽ വെടിവയ്പ് തുടങ്ങി. ഹാളിനുള്ളിലും ലാത്തി ചാർജ്. പലരും അടിയേറ്റ് വീണു. പോലീസുകാർ ഒരുക്കിയ വലയത്തിനുള്ളിൽ നിന്നും നിലവിളക്ക് കൊളുത്തി ബാങ്ക് ഉദ്ഘാടനം ചെയ്ത മന്ത്രി പ്രസംഗം ആരംഭിച്ചു. സ്വതസിദ്ധ ശൈലിയിലുള്ള ഈ പ്രസംഗവും പ്രതിഷേധക്കാരെ പ്രകോപിപ്പിച്ചു. പോലീസുകാരുടെ കനത്ത വലയത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങിയ മന്ത്രി തിരിച്ച് കണ്ണൂരിലേക്ക്. ഇതിനിടയിൽ പോലീസ് കണ്ണീർ വാതക ഷെല്ലുകൾ പൊട്ടിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാതിരുന്ന ജനക്കൂട്ടത്തിന് നേരെ വെടിവെപ്പും തുടങ്ങി. 2 മണിക്കൂറോളം തുടർന്ന വെടിവയ്പ്പിനൊടുവിൽ DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് KK രാജീവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV റോഷൻ, പ്രവർത്തകരായ V മധു, ഷിബുലാൽ, കുണ്ടുചിറ ബാബു എന്നിവർ മരിച്ചു. പുഷ്പൻ, മാങ്ങാട്ടിടം മാങ്ങാട്ട് സജീവൻ, കൂത്തുപറമ്പ് ചാലിൽ സജീവൻ, തലശ്ശേരി കപ്പണപ്പൊങ്ങാശ്ശേരി പ്രസാദ് എന്നിവർക്ക് പരിക്കേറ്റു. 1994 നവംബർ 25 അങ്ങനെ ഒരു ദുഃഖ വെള്ളിയാഴ്ചയായി. കർഷക തൊഴിലാളി കുടുംബത്തിൽ പിറന്ന പുഷ്പന് 8ാം ക്ലാസ് വരെ മാത്രമാണ് ഔപചാരിക വിദ്യാഭ്യാസം. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്നുവെങ്കിലും കുടുംബം പോറ്റാൻ ജോലി ആവശ്യമാണെന്ന ഘട്ടത്തിൽ ബാംഗ്ലൂരിൽ വണ്ടി കയറി. അവിടെ പലചരക്ക് കടയിലായിരുന്നു ജോലി. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ സമരത്തിന് നടുവിലായിരുന്നു സംഘടന. അതിൻ്റെ ഒത്ത നടുവിലേക്ക് തന്നെ പുഷ്പനും എടുത്തു ചാടുകയായിരുന്നു. കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷുമ്നാ നാഡിക്കാണ് പ്രഹരമേൽപ്പിച്ചത്. കഴുത്തിന് താഴേക്ക് തളർന്നു. അന്ന് കിടപ്പിലായതാണ് പുഷ്പൻ. പാർട്ടിയുടെ വലയത്തിൽ പ്രവർത്തകരുടെ കൈ പിടിച്ചാണ് പിന്നത്തെ ജീവിതം. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ളവർ അക്കൂട്ടത്തിലുണ്ട്. മന്ത്രി ബിന്ദുവിന്റെ പ്രസ്താവനയും മന്ത്രി ബാലഗോപാലിന്റെ ബജറ്റും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ പുഷ്പനോട്? 8 വർഷം മുൻപാണത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അധ്യക്ഷൻ TP ശ്രീനിവാസന് നേരെ SFI പ്രവർത്തകരുടെ മർദ്ദനം. കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തിന്റെ വേദിയിലാണ് അദ്ദേഹത്തെ SFI പ്രവർത്തകർ കരണക്കുറ്റി നോക്കി പ്രഹരിച്ചത്.
പ്രതിഷേധ പരിപാടിക്കിടെ നടന്നു വരികയായിരുന്ന ശ്രീനിവാസനെ SFIക്കാർ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് ഒരു പ്രവർത്തകൻ മുഖത്തടിക്കുകയുമായിരുന്നു. മുഖത്തടിയേറ്റ അദ്ദേഹം നിലത്തു വീണു. ആഗോള വിദ്യാഭ്യാസ സംഗമത്തിനെത്തിയ അതിഥികളെ സ്വീകരിക്കാനായി പുറത്തേക്കിറങ്ങിയ അദ്ദേഹത്തെ തീർത്തും അപ്രതീക്ഷിതമായാണ് SFI പ്രവർത്തകർ ആക്രമിച്ചത്. വിദ്യാഭ്യാസ സംഗമത്തിനെതിരെയാണ് SFIയുടെ പ്രതിഷേധം. അതേസമയം SFIക്കാർ ആക്രമിച്ചപ്പോൾ പോലീസുകാർ കാഴ്ചക്കാരായി നിന്നതേയുള്ളൂ. ഇപ്പോൾ ഗവർണറെ ആക്രമിക്കുമ്പോൾ പോലീസുകാർ നടത്തുന്ന പെരുമാറ്റം പോലെ ഗവർണറെ പക്ഷെ കരണക്കുറ്റിക്കടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. ഇനി നാളെ എന്താകും? ഒന്നും സംഭവിക്കില്ല അല്ലേ? കേന്ദ്രം അവഗണന തുടർന്നാൽ കേരളം പ്ലാൻ ബിയിലേക്ക് കടക്കുമെന്നാണ് ബജറ്റിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ബി എന്നാൽ ബക്കറ്റ് എന്നും അർത്ഥം ഗണിച്ചെടുക്കാലോ സഖാവേ.